സ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിനെ കട്ട് ചെയ്തിരിക്കുന്നു, പകുതിയാക്കുന്നു. അപ്പം അതിൻ്റെ ഈ ഒരു കേർവ്ഡ് സർഫേസ്, ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതെന്താണ്, ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് ആണ്. ഇവിടെ വരുന്ന ഈ എച്ച്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഹൈറ്റിനെ ഉള്ള സോളിഡ്സിൻ്റെ കേസ് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നു. ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് PSC ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു കണക്ക് ചോദ്യമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ മാത്സ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാംസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ: എ സോൾഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിലിണ്ടർ വിത്ത് ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്. If the whole length of the solid is 8 meter and if its diameter is 3 meter, find the cost of polishing its surface at the rate of rupees 750 per square meter. Take pi is equal to 3.14. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു സോൾഡ്, അതിനകത്ത് എന്തെല്ലാം ഷേപ്സ് ആണുള്ളത്. ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്ത് ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് ഉണ്ട്. സിലിണ്ടറും അതിൻ്റെ ഹെമിസ്ഫെറിക്കൽ എൻഡ്സൂടെ ചേർന്നാണ് സോൾഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഹോൾ ലെങ്ത് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. ഇഫ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 3 മീറ്റർ, അതിൻ്റെ ഡയമീറ്റർ 3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സോളിഡ് സർഫേസ് ഫുള്ളും പോളിഷ് ചെയ്യാനായിട്ട്, പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് കാണണം. സ്ക്വയർ മീറ്ററിന് 750 രൂപ വെച്ച്. അപ്പോൾ ഇവിടെ സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ, ആ ഒരു സോളിഡിൻ്റെ ഏരിയ കണ്ടെത്തുക. ആ ഏരിയ കണ്ടെത്തിയതിന് ശേഷം അതിന് ഈ ഒരു എമൗണ്ട്, ഈ റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ കോസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഷേപ്സ് എന്തൊക്കെയാണ്? സിലിണ്ടർ ഉണ്ട്, ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഈ സിലിണ്ടർ, ഹെമിസ്ഫെറിക്കൽ, അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു സർക്കിളാണ് വരച്ചിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീനിങ്, ഇതൊരു സ്പിയർ ആണ്, നമ്മുടെ ഒരു പന്ത് പോലത്തെ. അപ്പോൾ ആ ഒരു സ്പിയറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ 4πr² ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹെമിസ്ഫെറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെമിസ്പിയർ, അതായത് ഈ ഒരു സ്പിയറിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പിയറിൻ്റെ ഏരിയ 4πr² ആണെങ്കിൽ ഒരു ഹെമിസ്പിയർ ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ പകുതി വരും. അപ്പോൾ എത്ര വരും? ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2πr² വരും. 2πr². പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വലിയ ഗോളത്തെ, ഈ ഒരു വലിയ സ്പിയറിനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏരിയയാണ് 2πr² എന്ന് പറയുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് തുടങ്ങി ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു കപ്പ് ഷേപ്പിൻ്റെ മാത്രമാണ്. ഇനി നോക്ക്, ഇവിടെ ഇതിൻ്റെ ബേസ് എന്താണ്? ഇവിടെ ഒരു സർക്കിളുണ്ട്. ഈ ഹെമിസ്പിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? സാധാരണ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ πr² ആണ്. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഒരു ഹെമിസ്പിയറിൻ്റെ 2πr² എന്ന് പറയുന്നത് എന്താണ്? കേർവ്ഡ് സർഫേസ് ഏരിയ ആണ്. അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പം ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് എ ഹെമിസ്പിയർ എന്ന് പറയുന്നത് 2πr² + 1πr², ടോട്ടൽ 3πr² ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഹെമിസ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിനെ കട്ട് ചെയ്തിരിക്കുന്നു, പകുതിയാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു കേർവ്ഡ് സർഫേസിൻ്റെ ഏരിയ ആണ് 2πr². അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ട്. ഈ ഒരു ബേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. πr² 1πr². അപ്പം ബേസ് ഏരിയയും കേർവ്ഡ് സർഫേസ് ഏരിയയും കിട്ടി. ഇനി ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം 2 + 1 3πr² ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഒരു ഹെമിസ്പിയറിൻ്റെ കേസ് മനസ്സിലായി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഷേപ്പ് എന്താണ്? സിലിണ്ടർ. ഇനി സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയയും കേർവ്ഡ് സർഫേസ് ഏരിയ നമുക്ക് നോക്കാം. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഷേപ്പ് അറിയാം. ഇവിടെ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏരിയ എന്താണ്? ഇത് πr² ആണ്, ഇത് πr² ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ബേസ് ഏരിയാസ് എന്ന് പറയുന്നത് എത്ര വരും? ബേസ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര വരും? ഇവിടെ 1πr² + 1πr² ടോട്ടൽ 2πr² വരും. ഇനി കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, കേർവ്ഡ് സർഫേസ് ഏരിയ. അപ്പോൾ അത് നമ്മൾ പറയുന്നത്, ഇതിനെ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഒന്ന് നിവർത്തിയിടുവാണെങ്കിൽ ഇതെങ്ങനെ വരും? ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഷേപ്പിനെ നമ്മൾ റൗണ്ട് ആക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഈ കേർവ്ഡ് സർഫേസ് വരിക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലെങ്ത്, ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതെന്താണ്? ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് ആണ്. ഇവിടെ വരുന്ന ഈ എച്ച്, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഹൈറ്റിനെ എച്ച് എന്ന് നമ്മൾ കൊടുക്കാം. അതാണ് ഇവിടുത്തെ ഹൈറ്റ് വരിക, ബ്രെഡ്ത്ത് വരിക.
ഇനി ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്താണ് ഈ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കുക. അപ്പോൾ ഈ ഒരു സർക്കുലർ ഫോം എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡുകൾ വട്ടം ചേർന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററാണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ് ഇതിൻ്റെ ഈ ലെങ്ത് വരിക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു റെക്റ്റാങ്കിൾ ചതുരാകൃതിയിലുള്ളൊരു ഷീറ്റ് എടുത്ത് നമ്മൾ റൗണ്ടായിട്ട് മടക്കി നോക്കുക. അപ്പോൾ ഇവിടെ വരുന്ന താഴെ വരുന്ന ആ ഒരു ബേസ് എന്ന് പറയുന്ന സർക്കിളാണ്, അതിൻ്റെ സർക്കംഫറൻസ് ആണ് ഇതിൻ്റെ ലെങ്ത് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ L × B ആണ്. എന്ത് വരും? 2πr × h വരും, 2πrh. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ ചോദിക്കുവാണെങ്കിൽ എന്താണ്? സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ 2πrh + 2πr² ആണ്. ഇതിനെയാണെങ്കിൽ നമുക്ക് 2πr വേണേൽ നമുക്ക് കോമൺ ആണ്, അല്ലെങ്കിൽ 2π × RH + r² എന്ന് എഴുതാം. അപ്പോൾ ഇത് ഈ രണ്ട് ഷേപ്പിൻ്റെയും ബേസിക് ഇക്വേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ സോളിഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിലിണ്ടർ വിത്ത് ഹെമിസ്ഫെറിക്കൽ ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഇവിടം വെച്ച് ഇവിടം വരെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്താണ്? ഒരു സിലിണ്ടറാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ് നമുക്കറിയാം. ഈ രണ്ട് സർക്കുലർ എൻഡിലേക്ക് ഒരു ഹെമിസ്ഫിയർ, അതായത് ഇതിൻ്റെ ബേസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഓരോ ഹെമിസ്ഫിയർ എടുത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഹോൾ ലെങ്ത് ഓഫ് ദ സോളിഡ് ഈസ് 8 മീറ്റർ. ഹോൾ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇതിൻ്റെ ലെങ്ത് 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി തന്നിട്ട് ഡയമീറ്റർ 3 മീറ്റർ. ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 3 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ഇതും എല്ലാം എത്രയാണ്? 3/2 മീറ്റർ ആണ്. ഇവിടെ എല്ലാം തന്നെ 3/2 മീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ സർഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പുറമേ ഉള്ള ഈ ഭാഗം ഫുള്ളും നമുക്ക് പോളിഷ് ചെയ്യണമെങ്കിലുള്ള ആ ഒരു കോസ്റ്റ് കാണണമെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഇതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഡയമീറ്റർ D = 3 മീറ്റർ, therefore റേഡിയസ് R = 3/2 മീറ്റർ. അപ്പോൾ ഡയമീറ്റർ 3 മീറ്റർ, therefore റേഡിയസ് 3/2 മീറ്റർ. ഡയമീറ്ററിൻ്റെ പകുതിയാണല്ലോ റേഡിയസ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന കാര്യം ഹോൾ ലെങ്ത് of the solid. Whole length of the solid is equal to 8 meter. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് 8 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു സിലിണ്ടറിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈറ്റ് ഓഫ് സിലിണ്ടർ ഈക്വൽ ടു ടോട്ടൽ 8 അല്ലേ, 8 - 3 ചെയ്താൽ മതി. 8 - 3 5 മീറ്റർ ആയിരിക്കും. അതായത് എങ്ങനെയാണ് 8 - 3 എന്ന് വന്നത്? ഇവിടെ ഒരു 3/2 ഉണ്ട്, ഇവിടെ ഒരു 3/2 ഉണ്ട്. ഈ ടോട്ടൽ 8ൽ നിന്ന് 3/2 3/2 മൈനസ് ചെയ്യുന്നതല്ലേ ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ 3/2 + 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെ 3 + 3 6 വരും, ഇവിടെ 2 വരും. ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 3 വന്നു. അതുകൊണ്ടാണ് നമ്മൾ 8 - 3 ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ അവർക്ക് ഇവിടെ ഒരു റേഡിയസ്, ഇവിടെ ഒരു റേഡിയസ്, 2 റേഡിയസ് ആയിരുന്നതല്ല ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ ഡയമീറ്റർ 3 ആണെന്ന് അറിയാം. അപ്പോൾ 8ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 5 മീറ്റർ. അപ്പോൾ ഇവിടെ 5 മീറ്റർ ഇവിടെ ഹൈറ്റ് = 5 മീറ്റർ എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ കിട്ടിയ കാര്യങ്ങൾ ഇവിടുത്തെ റേഡിയസ് അറിയാം, ഇവിടുത്തെ ഹൈറ്റ് അറിയാം. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇവിടുത്തെ റേഡിയസ് എന്താണ്? 3/2 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാം. അപ്പോൾ ഈ ടോട്ടൽ സർഫേസ് ഏരിയ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഓരോ ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ഒരു പുറമേ ഉള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ ബേസ് ഏരിയ നമ്മൾ പോളിഷ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കി കേർഡ് സർഫേസ് ഏരിയ മാത്രം നമുക്ക് പോളിഷ് ചെയ്താൽ മതി. ഇതിനുള്ളിലെ ബേസ് ഏരിയ നമുക്ക് വേണ്ട. സിലിണ്ടറിൻ്റെ കേസിൽ അത് തന്നെയല്ലേ, ഇതിന് ചുറ്റുപാടും നമ്മൾ പെയിൻറ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് തമ്മിൽ ചേർന്നിരിക്കുന്ന ആ ഭാഗത്ത് ഇതിൻ്റെ 2 സർക്കുലർ എൻഡിലും നമ്മൾ പെയിൻറ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സോളിഡിൻ്റെ ഈ ഒരു തന്നിരിക്കുന്ന ആ ഒരു സോളിഡിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണണം. അപ്പം TSA എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ടോട്ടൽ സർഫേസ് ഏരിയ. ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് സോളിഡ് ഇതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. = ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് സോളിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? ഈ ഒരു ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫേസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പം നമുക്കിവിടെ 1 2 രണ്ടെണ്ണം ഉണ്ട്. അപ്പം 2 × കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. ഇതാണ് ഫസ്റ്റ് വരിക, ഹെമിസ്ഫിയർ. ഇതാണ് ഫസ്റ്റ് വരുന്നത്. 2 × കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ പ്ലസ്. അപ്പോൾ ഈ ഒരു ഏരിയ ആയി, ഈ ഒരു ഭാഗമായി.
ഇനി നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ എന്താണ് കേർവ്ഡ് സർഫേസ് ഏരിയ വേണം. അപ്പം കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദിസ് സോളിഡ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് എൻഡിലെ കേർവ്ഡ് സർഫേസ് ഏരിയ ആണ് നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ വേണ്ടത്. ഇത് രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയ ആയിട്ട് ആഡ് ചെയ്യുക. അതായത് 2 ഇൻറ്റു ഈ 2 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ 2πr² ആണ്. 2πr² പ്ലസ് കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്താണ് നമ്മൾ പറഞ്ഞത് 2πrh. 2πr ഇൻറ്റു h ആണ്. ഇനി ഇവിടെ 2 ഇൻറ്റു 2 നമുക്കൊരു കാര്യം ചെയ്യും. ഇതിൽ നിന്ന് എന്തെല്ലാം നമുക്ക് ആദ്യം ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആറിൻ്റെ എച്ചിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. 2 ഇൻറ്റു 2 4 ആണ്. പൈ കൊടുത്തു. ആറിൻ്റെ വാല്യൂ എന്താണ് 3/2 ഇൻറ്റു 3/2 എന്ന് വരത്തില്ല. ആറിൻ്റെ വാല്യൂ 3/2 ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് 3/2 ഇൻറ്റു 3/2 വന്നു. പ്ലസ് ഇവിടെയും 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിൻ്റെ വാല്യൂ 3/2 ആണ്. എച്ച് എത്ര വരും 5 വരും. ഇനി നോക്കി ഇതിനകത്ത് രണ്ടിനകത്തും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാവുന്ന എന്തുണ്ട് 2 പുറത്തെടുക്കാൻ പറ്റും, പൈ എടുക്കാൻ പറ്റും, ഒരു 3/2 പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി റിമൈനിങ് 2 ഉണ്ട്. പൈ നമ്മളെടുത്തു, 3/2 എടുത്ത് റിമൈനിങ് ഇവിടെ ഒരു 3/2 ഉണ്ട്. ഇത്രയുണ്ട്. പ്ലസ് ഇവിടുന്ന് 2 പുറത്തെടുത്തു, പൈ എടുത്ത് 3/2 എടുത്തതിന് 5 ഉള്ളൂ. ഇവിടെ വെച്ച് ഈ 2 2 കട്ട് ചെയ്യുമ്പം 3 വന്നു. ഇനി ഈ 2 2 കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇത് ക്യാൻസലായിപ്പോയി. ഇനി ഇവിടെ പൈയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നു 3.14 ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഇൻറ്റു 3 വന്നു. ഇൻറ്റു 5 + 3 എത്ര വരും 8 വന്നു. ഇനി ഇവിടെ നോക്കുക 8 ഇൻറ്റു 3 24. 24 ഇൻറ്റു 3.14 കാണും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം 314 ഇൻറ്റു 24 ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ 16 വന്നു, 1 ഉണ്ട്. ഇവിടെ 5 വന്നു, ഇവിടെ 12 ഇവിടെ 8 വന്നു, 2 വന്നു, 3 വന്നു, സോറി ഇവിടെ 6 വന്നു. അപ്പോൾ 6 3 5 7. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 7 5 3 6 വന്നു. 2 പോയിന്റ് മാറ്റുമ്പോൾ 75.36 വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ സർഫേസ് ഏരിയ ആണ്. ഏരിയയുടെ ഇക്വേഷൻ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. 75.36 മീറ്റർ സ്ക്വയർ എന്ന് തോന്നുന്നു. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് സോളിഡ് സർഫേസ് ഏരിയ. അപ്പോൾ ഇവിടെ നമുക്കറിയാം റേറ്റ് ഇൻറ്റു ഏരിയ ആണ്. ഏരിയ നമ്മൾ കണ്ടെത്തി 75.36 ആണ്. ഇൻറ്റു ഇവിടെ നമുക്ക് റേറ്റ് തന്നിരിക്കുന്നത് എത്രയാണ് 750 രൂപ പെർ സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 750യുടെ 0 ഉണ്ട്. ഈ 0 യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ഈ ഒരു പോയിന്റ് മാറ്റി ഇതെന്താകും 753.6 എന്നാകും. അപ്പോൾ ഇവിടുത്തെ ഈ 0 മാറി. ഇനി 75 ഇൻറ്റു 753.6 കണ്ടെത്തിയാൽ മതി. അപ്പം നമ്മൾ ചെയ്യുന്നത് പോയിന്റ് ഇല്ലാതെ 7536നെ 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 ഇൻറ്റു 5 30 വന്നു, 3 ഉണ്ട് റിമൈൻഡർ. 5 ഇൻറ്റു 3 15 + 3 18 വന്നു, 1 ഉണ്ട്. 25 + 1 26 2 വന്നു. 35 + 2 37 വന്നു. ഇനി നമുക്കിനി എന്താണ് 7 കൊണ്ട് ചെയ്യുമ്പം 7 ഇൻറ്റു 6 42 4 വന്നു. 7 ഇൻറ്റു 3 21 + 4 25 വന്നു 2. 7 ഇൻറ്റു 5 35 + 2 37 3 വന്നു. 49 + 3 51 വന്നു. 52 വന്നു. 0 10 12 15 6 5. അപ്പം നമുക്കിവിടെ 56 52 0 ആണുള്ളത്. ഇവിടെ ഒരു പോയിന്റ് മാറ്റാനില്ലേ, ആ ഒരു പോയിന്റ് മാറ്റുമ്പോൾ ഒരു 0 മാറും. ദെൻ ഇവിടെ റുപ്പീസ് 56,520 56,520 രൂപ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഈ പല ഷേപ്സ് ചേർന്നുള്ള സോളിഡ്സിൻ്റെ കേസ് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്.